ഹലോ, അസ്സലാമലൈക്കും. ഞാനിന്നിവിടെ നൂൽ പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. 1/4 കിലോ അളവിലാണ് മൈദ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ പൊറോട്ട. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ചിലവർ ഇതിൽ മുട്ടയൊക്കെ ഇടും കേട്ടോ, അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. ഞാൻ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച ശേഷം തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്ത്, നല്ല ചൂടായിരിക്കുമല്ലോ, അതിനുശേഷം കൈ കൊണ്ടൊക്കെ നല്ല കുഴച്ചെടുത്ത് ഇതുപോലെ ഞാൻ ഇങ്ങനെ അടിക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. പാത്രത്തിലിട്ട് തന്നെ അടിച്ചാൽ മതി. ഇനി കിച്ചൺ സ്ലാബ് വൃത്തിയാണെങ്കിൽ അതിലിട്ട് ഇതുപോലെ അടിച്ചെടുത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ തൂകിയിട്ട് അതൊന്ന് മൂടി വെക്കണം. നനഞ്ഞ തോർത്തൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് മൂടി വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പാത്രം കൊണ്ടിട്ടായാലും മൂടി വെക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രം കൊണ്ടിട്ട് അതങ്ങനെ മൂടി വെച്ച് ഒരു മണിക്കൂറോളം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആവും. ആ ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ചിക്കൻ്റെ ബാക്കി കുറച്ച് കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പീസ് കൊണ്ടൊരു ചിക്കൻ കറി ആക്കണേണ്. അപ്പോൾ 2 സവാള ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. 3 കാണിച്ചെങ്കിൽ 2 സവാള എടുക്കണുള്ളൂ. എല്ലാം കൂടെ വഴറ്റി പേസ്റ്റാണ് ആക്കുന്നത്. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യൊന്നുമില്ല. അതുകൊണ്ടിട്ടാണ് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകൊന്നും കട്ട് ചെയ്യാതെ ആ ചൂടെണ്ണയിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കുന്നത്. സവാള മാത്രം ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തു. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കണം കേട്ടോ. അപ്പോൾ ഇത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ വഴറ്റിയെടുക്കണേ. അപ്പോൾ നേരിയ തീയിൽ അത് വാടണ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ മൈദയുടെ മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കതെല്ലാം ഉരുളകളാക്കാം. ഇതേപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ തൂകിയിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കത് വേഗം പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ അടുപ്പിൽ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. രണ്ടും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നേരിയ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് ആക്കും. പച്ചക്കുത്തൊക്കെ മാറുന്ന രീതിയിൽ അത് വഴറ്റിയിട്ട് നമുക്ക് നല്ലപോലെ ചൂടായ ശേഷം അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കിച്ചൺ സ്ലാബൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എണ്ണ തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ എണ്ണ തൂകിയ ആ കിച്ചൺ സ്ലാബിൻ്റെ പുറത്തേക്ക് ഒരു ഉരുള വെച്ചിട്ട് അത് നല്ലപോലെ നൈസായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഇതേപോലെ നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അതിനെയാണ് നൂൽ പൊറോട്ട എന്ന് പറഞ്ഞാൽ. നല്ല ലെയറായിട്ട് വരും പൊറോട്ട. അതിനാണ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി അത് നമുക്കെല്ലാം കൂടി എടുത്ത് ഒരുമിച്ച് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ആ പൊറോട്ടയ്ക്ക് ഷേപ്പിൽ ഉരുട്ടണ പോലെ അതങ്ങനെ ആക്കിയെടുക്കാം. കണ്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ശരിക്കും നല്ല ലെയറായിട്ട് കിട്ടും കേട്ടോ. നല്ല സാധാ പൊറോട്ടനെക്കാട്ടിയും ഒരുപാട് ലെയേഴ്സ് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതേപോലെ നമ്മൾ ഷേപ്പിലാക്കി നമ്മൾ പൊറോട്ടയ്ക്ക്, നമ്മൾ സാധാരണ പൊറോട്ട ഞാൻ ഇതിന് മുന്നേ പൊറോട്ടയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതിലും വിശദമായിട്ട് ഞാൻ എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഇതിലെല്ലാം സ്പീഡിന് അങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ആ വയറ്റിയത് ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആ ഉരുളി തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതൊന്നും കൂടെ ഒന്ന് ചൂടാക്കണം. ഈ അരച്ച പേസ്റ്റ് ഇല്ലേ, നമ്മുടെ ചിക്കൻ അരച്ച പേസ്റ്റ്, അത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കണം കേട്ടോ. അപ്പം അത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ആ മിക്സിയിലുള്ള അരപ്പുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ച് ചുറ്റിച്ചിട്ട് ആ അരപ്പും കൂടെ ഒഴിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള ഗ്രേവിയാക്കി എടുക്കണം. അങ്ങനെ ആവശ്യത്തിനുള്ള ഗ്രേവി ആയിന്ന് കാണുമ്പോൾ നമ്മൾ അതിലേക്ക് ആ ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്തൂരി മേത്തിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഇറച്ചിക്കറിയാണ് കേട്ടോ. അരിപ്പത്തിരി, ഇടിയപ്പം, പൊറോട്ടയൊക്കെ മാച്ചാണ്. ഇത് കൂട്ടി കഴിക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ആ സമയം കൊണ്ടിട്ട് നമ്മുടെ പൊറോട്ട ഉണ്ടാക്കാം. ഞാനിങ്ങനെ പൊറോട്ടയ്ക്ക് വേണ്ടി ഉരുട്ടി റെഡിയാക്കിയ ആ ഉരുള തന്നെ കൈ കൊണ്ടിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പ്രസ്സിലിട്ട് പരത്താം, അല്ലെങ്കിൽ പത്തിരി കുഴൽ കൊണ്ടിട്ട് പരത്തിയെടുക്കാം. ഞാൻ കൈ കൊണ്ടിട്ട് തന്നെയാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ ചട്ടിയിലേക്ക് ചൂടാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും വെന്ത് കഴിയുമ്പോഴായിരിക്കും അത് കറക്റ്റ് ആ പൊറോട്ടയുടെ ആ ലെയറൊക്കെ നമുക്ക് ഇങ്ങനെ തെളിഞ്ഞ് കാണാം. ശരിക്കും സൂം ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് കണ്ടില്ലേ, കറക്റ്റ് ആ ലെയറൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് 2 സൈഡ് നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വെക്കാം. അങ്ങനെ 2-3 ആയി കഴിയുമ്പോൾ ഒരുമിച്ചെടുത്തിട്ട് കൈകൊണ്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോഴാണ് ആ ലെയറൊക്കെ വിട്ട് ശരിക്കും നൂൽ പൊറോട്ട ആയിട്ട് കിട്ടണം കേട്ടോ. അതായത് കണ്ടില്ലേ, ലെയറൊക്കെ കണ്ടില്ലേ, ഇനി അടിച്ച് കഴിഞ്ഞ് ഇതൊക്കെ അങ്ങനെ വിട്ടുപോരും.
അപ്പോൾ ഇതേപോലെ എല്ലാം ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുക്കണേ കേട്ടോ. നല്ല സോഫ്റ്റ് ചൂടുവെള്ളത്തിലൊക്കെ മൈദ കുഴച്ചുകൊണ്ടിട്ടില്ലേ സോഫ്റ്റായി. നമ്മൾ കടയിനെക്കാട്ടി അടിപൊളി ടേസ്റ്റാണ് വീട്ടിലുണ്ടാക്കുക. അത്ര സോഫ്റ്റുമാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക. അത്ര എണ്ണയും അധികം ചിലവാകില്ല. വെളിച്ചെണ്ണക്കും അധികം ഇത് വരില്ല. കടകളിലൊക്കെ ആകുമ്പോൾ ഒരുപാട് എണ്ണ യൂസ് ചെയ്യേണ്ടി വരില്ലേ. നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ അത്ര എണ്ണ വേണ്ടി വരും. ഇത് കണ്ട ലെയറായിട്ട് ഇങ്ങനെ കിട്ടും. കഴിച്ചിങ്ങനെ മെൽറ്റായി പോകും കറി ഒഴിക്കുമ്പോൾ തന്നെ. അമ്മാതിരിയാണ്. ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ഇറച്ചിക്കറി നമ്മൾ റെഡിയാക്കിയ ഇറച്ചിക്കറിയും കൂട്ടിയിട്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഒരു ബലം ഒന്നുമില്ലാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് മെൽറ്റായി പോകണം. കറി മുക്കുമ്പോൾ തന്നെ മെൽറ്റായി പോകണം. കൊതി തന്നെ ഇത് കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇതിന് മുന്നേ പൊറോട്ടയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കാണണേ. ബായ്.